ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ബുധനാഴ്ചയുടെ ദൈവജനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, സ്നാപക യോഹന്നാന്റെ അടുക്കൽ യെരുശലേമിൽ നിന്ന് ഒരു ഡെലിഗേഷൻ വന്നു. യോഹന്നാന്റെ പ്രസംഗം യോർദാന്റെ തീരത്തായിരുന്നു, ആ കാട്ടിലായിരുന്നു. ജനവാസ മേഖലയിലൊന്നും യോഹന്നാൻ പ്രസംഗിക്കാൻ പോയില്ല. പക്ഷേ ആ പ്രസംഗത്തിന്റെ മാറ്റൊലി ഫലസ്തീൻ നാട് മുഴുവനും വ്യാപിച്ചു. ഒരു പട്ടണത്തിലും ഒരു ഗ്രാമത്തിലും യോഹന്നാൻ പ്രസംഗിക്കാൻ പോയില്ല. അതിൻ്റെ സ്വാധീനത വളരെ വലുതായി. മറ്റൊരു കാര്യം, യോഹന്നാൻ പ്രസംഗിച്ചത് യഹൂദന്മാരോട് മാത്രമാണ്. ജാതികളായി ആരോടും യോഹന്നാൻ പ്രസംഗിച്ചു. യോഹന്നാന്റെ പ്രസംഗ വിഷയം മാനസാന്തരമാണ്. നിങ്ങൾ മാനസാന്തരപ്പെടുന്നു. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ജാതികളെക്കാൾ മോശക്കാരാണ് നിങ്ങൾ. യോഹന്നാന്റെ ആ പ്രസംഗം കേട്ട് അനേക യഹൂദന്മാർ പരസ്യമായി പാപങ്ങളെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് അതിൻ്റെ അടയാളമായി യോഹന്നാൻ അവരെ യോർദാൻ നദിയിൽ സ്നാനം കഴിപ്പിച്ചു. ഇത് യോർദാന്റെ തീരത്തുള്ള ബേഥേന്യയിൽ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ 2 ബേഥേന്യയുണ്ട്. ഒന്ന് യെരുശലേമിനടുത്തുള്ള ഒരു ബേഥേന്യ, ഇത് ഗലീലയിലെ ബേഥേന്യയാണ്. ഇനിയും ഈ പ്രസംഗത്തിന്റെ മാറ്റൊലി യെരുശലേമിൽ വരെ എത്തി. അവിടുന്ന് ഒരു ഡെലിഗേറ്റ്സ് ചില ചോദ്യങ്ങളുമായി യോഹന്നാനെ സമീപിച്ചു. അവരുടെ ചോദ്യം ഒന്നിതാണ്: നീ മശിഹയാണോ? യോഹന്നാൻ തറപ്പിച്ചു പറഞ്ഞു, ഞാൻ മശിഹയല്ല. നീ ആ പ്രവാചകനാണോ? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ആ പ്രവാചകനുമല്ല. അടുത്ത ചോദ്യം, മലാഖിയിലെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അവർ ചോദിച്ചു, ആ മോശ പറഞ്ഞ ആ പ്രവാചകനാണ്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ആ പ്രവാചകനുമല്ല. പിന്നെ നീ ആരാണ്? മനോഹരമായ ഉത്തരം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിലെ 3-ാം വാക്യം ഉദ്ധരിച്ച്, ഞാനൊരു ശബ്ദം മാത്രമാണ്. ഒരു വാക്കൂടെ പറഞ്ഞാൽ, എനിക്കൊരു വ്യക്തിത്വം പോലുമില്ല. രണ്ടാമത് അവർ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് സ്നാനം കഴിപ്പിക്കുന്നത്? നിനക്ക് ഈ അധികാരം തന്നതാരാണ്? നിനക്ക് ഈ അധികാരം തന്നതാരാണ്? അത് പരീശന്മാര് ചോദിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, അവൻ്റെ കാലിലെ ചെരിപ്പഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ കാലിലെ ചെരിപ്പഴിക്കാൻ ഉള്ള യോഗ്യത പോലും എനിക്കില്ല. ഒരു കാര്യം കൂടെ യോഹന്നാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ. നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ. അവൻ്റെ ചെരുപ്പ് വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്നുത്തരം പറഞ്ഞു. യോഹന്നാന്റെ ഈ വാക്കുകൾ അവിടെ യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല.
യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല. ആൾ ആരാണ്? ആളിനെ ഒന്ന് കാണിച്ചു തരാമോ? നീ പറഞ്ഞ ആൾ ആരാണ്, നിനക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇതൊന്നും അവർ ചോദിച്ചില്ല. ആ വാക്കുകൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവർക്ക് വെറും കഥ പോലെ തോന്നി. യോഹന്നാന്റെ ഈ വാക്കുകൾക്ക് യാതൊരു പ്രാധാന്യവും അവർ കൊടുത്തില്ല. ഇനിയും 29 വാക്യം ഞാൻ വായിക്കട്ടെ. 1 അധ്യായത്തിന് 21 വാക്യം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്. തലേ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. പിറ്റേ ദിവസം യേശു അവന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് നമുക്കിതിനൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അവർ കേട്ട കാര്യത്തിൽ അവർക്ക് ഒരു താല്പര്യമില്ല. ഏറെ നാൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ് മശിഹ വരുമെന്നുള്ള കാര്യം. യോഹന്നാന്റെ പ്രസംഗം കൊണ്ട് നാടിളകി, വലിയ മാനസാന്തരം ഉണ്ടായി. എന്നാൽ അതിന് കാരണക്കാരായ ആള് തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. ആളിനെ കാണാൻ യാതൊരു താല്പര്യവും ഓർക്കുണ്ടായി. ഇത് ഒരത്ഭുതം തന്നെയാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള സന്ദേശം കേട്ടിട്ട് ചില ആളുകൾക്ക് യാതൊരു താല്പര്യവും. ഇനിയും ഇവരെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ ഡെലിഗേഷനായി വന്നവർ ഉന്നത പദവിയുള്ളവരാണ്. അവർ പറഞ്ഞുണ്ട്, ഞങ്ങൾക്ക് ഇന്ന് റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. സാധാരണക്കാരായ ആളുകളല്ല അവർ വന്നത്. ഞാനിത് വായിച്ച് ഓർത്തു, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി, പിതാവേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്ക്. നമ്മൾ ഇനിയും ചിന്തിക്കാൻ പോകുന്നത് ശിശുക്കളായിട്ടുള്ള ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യമാണ്. ശിശുക്കളായ ആളുകൾ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ലോകത്തിലെ ഉന്നതന്മാരായ ആളുകൾ, ന്യായപ്രമാണം അറിയാവുന്നവർ, പരീശന്മാർ, അവർക്ക് ഈ കാര്യത്തിൽ യാതൊരു താല്പര്യം ഉണ്ടായില്ല. എന്നാൽ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇനിയും ആ വെളിപ്പാടിനെ കുറിച്ചാണ് ചില വാക്കുകൾ പറയാൻ പോകുന്നത്. 29 വാക്യം നോക്കുക. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഈ പിറ്റേന്നാൾ പ്രയോഗം 35 വാക്യത്തിൽ കാണുന്നുണ്ട്, 43 വാക്യത്തിൽ കാണുന്നുണ്ട്, 2 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ കാണുന്നുണ്ട്. ഇനി 35 വാക്യത്തിൽ പിറ്റേന്നാൾ, 43 വാക്യത്തിൽ പിറ്റേന്നാൾ, 2 അധ്യായത്തിന്റെ 1 നാൾ, 3 നാൾ. 1 വാക്യത്തിൽ നാം കാണുന്നുണ്ട് 3 നാൾ. ഇനിയും ഈ പിറ്റേന്നാളിനൊരു പ്രത്യേകതയുണ്ട്. യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തായിരിക്കാം തൻ്റെ ശിഷ്യന്മാരുമായി നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യഹൂദന് കുഞ്ഞാടെന്ന് പറഞ്ഞ ഒരുപാട് കാര്യം അവന്റെ മനസ്സിൽ വരും. എല്ലാ ദിവസവും ദേവാലയത്തിൽ രാവിലെയും വൈകുന്നേരവും കുഞ്ഞാടിനെ യാഗം കഴിയും. ദിവസവും ചെയ്യുന്ന കാര്യമാണ്. ലേവ്യ പുസ്തകം 14 അധ്യായത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്നു. ആണ്ടിൽ ഒരു ദിവസം അവരുടെ ആദ്യത്തെ പെരുന്നാളായ പെസഹ പെരുന്നാളിന്
മിക്കവാറും എല്ലാ വീട്ടിലും ഒരാടിനെ അവർ കൊന്നു. ആ സ്ഥലം യഹോവ നിശ്ചയിക്കുന്ന സ്ഥലത്ത് അവർ വന്ന് ഒരാടിനെ കൊല്ലും. അതിൻ്റെ പേരാണ് പെസഹ കുഞ്ഞാട്. ഇനിയും അവർക്കൊരു പെരുന്നാളുണ്ട്, മഹാപാപ പരിഹാര പെരുന്നാൾ. ആ മഹാപാപ പരിഹാര പെരുന്നാളിൽ മിക്കവാറും എല്ലാ യഹൂദന്മാരും ദേവാലയത്തിൽ വരും. അന്ന് അവർ ഉപവസിക്കണം. അവിടെ മഹാപുരോഹിതൻ തന്റെ ഔദ്യോഗിക വസ്ത്രത്തോട് ചെയ്യുന്ന ഒരു കാര്യം നമ്മള് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ വായിക്കുന്നു. ആ ഒരു വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ലേവ്യ 16 ലേവ്യ 16 21 22 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ഇരുപതാം വാക്യം മുതൽ വായിക്കാം. അവൻ വിശുദ്ധ മന്ദിരത്തിനും സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും ഇങ്ങനെ പ്രായശ്ചിത്തം കഴിച്ച് തീർന്ന ശേഷം ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റനെ കൊണ്ടുവരണം. ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. കോലാട്ടുകൊറ്റൻ അവരുടെ കുറ്റങ്ങളെയൊക്കെയും ശൂന്യപ്രദേശത്തേക്ക് ചുമന്നുകൊണ്ട് പോവുകയാണ്. അവൻ കോലാട്ടുകൊറ്റനെ മരുഭൂമിയിൽ വിടണം. 23-ാം വാക്യം നോക്കുക. പിന്നെ അഹരോൻ സമാഗമന കൂടാരത്തിൽ വന്ന് താൻ വിശുദ്ധ മന്ദിരത്തിൽ കടന്നപ്പോൾ ധരിച്ചിരുന്ന പഞ്ഞിവസ്ത്രം നീക്കി അവിടെ വെച്ചു. മഹാപുരോഹിതൻ ഔദ്യോഗികമായി ആ ചുമതല വഹിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. രണ്ട് കൈയും ആ ജീവനുള്ള ആട്ടുകൊറ്റന്റെ തലയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ്. ആരാ ഏറ്റുപറയുന്നത്? മഹാപുരോഹിതൻ. ആർക്കു വേണ്ടിയാ ഏറ്റുപറയുന്നത്? സകല യഹൂദനു വേണ്ടി, സകലർക്കും വേണ്ടി ഏറ്റുപറഞ്ഞ് കൈ രണ്ടും ആട്ടുകൊറ്റന്റെ തലയിൽ വയ്ക്കും. ഒരാള് ആട്ടുകൊറ്റനെയും കൊണ്ട് പോവുക, ഒരാൾ ആട്ടുകൊറ്റനെയും കൊണ്ട് പോവുക. എല്ലാവരും നോക്കി നിൽക്കും. ഈ ആട്ടുകൊറ്റനെയും കൊണ്ട് പോകുന്ന കാഴ്ച കാണാൻ അവർ നോക്കി നിൽക്കും. അവർക്ക് മനസ്സിലാകും അവരുടെ സകല പാപങ്ങളും അകൃത്യങ്ങളും ഈ ആട്ടുകൊറ്റൻ ചുമന്നുകൊണ്ട് മരുഭൂമിയിലേക്ക് പോകും. ഈ മരുഭൂമിയിൽ കൊണ്ടുപോയി ഈ ആടിനെ വിട്ടിട്ട് ആ മനുഷ്യൻ തിരിച്ചു വരും. ഈ കാഴ്ച നോക്കി നിൽക്കുന്ന മഹാപുരോഹിതൻ ദേവാലയത്തിനകത്ത് കയറി വസ്ത്രമെല്ലാം അവിടെ ഊരി വെച്ച് വെള്ളത്തിൽ കഴുകിയിട്ടാണ് വരുന്നത്. ഈ ചിന്ത അവരുടെ മനസ്സിലുണ്ട്. യോഹന്നാൻ പറഞ്ഞു, യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. നമുക്ക് വാസ്തവമായി അതറിയാം. കാരണം രക്ഷിക്കപ്പെട്ട നമുക്കറിയാം നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു. നമുക്ക് പകരം
പാപമായി തീർന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, അവനെ പാപമാക്കി. പൗലോസ് വളരെ ശ്രദ്ധിച്ച് എഴുതിയത് പാപിയാക്കി എന്നല്ല, പാപമാക്കി. പത്രോസ് എഴുതി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എന്തിന്? നമ്മുടെ പാപത്തിന് പരിഹാരമുണ്ട്. നമ്മുടെ പാപത്തിന്റെ പരിഹാരമുണ്ട്. സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരം ഉണ്ടാക്കാൻ. ആ യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, പാപം ചുമക്കുന്ന, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഞാൻ ആ വാക്ക് ഇതാന്നുള്ളത് ശ്രദ്ധിച്ചു. ബിഹോൾഡ്. ആർക്കും കാണും. യോഹന്നാൻ എല്ലാവരെയും ചൂണ്ടിക്കാണിച്ചു, ഇതാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. നമ്മളും ഇന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞാടായ നമ്മുടെ കർത്താവിനെ ചൂണ്ടിക്കാണിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തെ ചൂണ്ടിക്കാണിക്കാത്ത ഒരു സുവിശേഷ പ്രസംഗവും സുവിശേഷ പ്രസംഗമല്ല. യോഹന്നാൻ ഒരുപാട് കാര്യം അറിയാം. പക്ഷേ യേശു കടന്നു പോകുന്ന കണ്ടപ്പോൾ തൻ്റെ ശിഷ്യന്മാർ മാത്രമേ ചുറ്റുള്ളൂ. അവരോട് പറഞ്ഞു, ഇതാ പോകുന്നു, നോക്കിയാൽ കാണാം, നോക്കിയാൽ കാണാം. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇനിയും ആ വാക്ക് ശ്രദ്ധിക്കണം. യഹൂദന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടുന്നില്ല, ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാണ്. യോഹന്നാൻ ആ വാക്ക് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ നമ്മളെ കൂടെ അത് ഉൾപ്പെടുത്തി. യോഹന്നാൻ ആ വാക്ക് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യേക നിർദ്ദേശം കൊടുത്തു. അങ്ങനെ പറയാമോ? നമ്മുടെയും കൂടെ പാപം ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അടുത്ത വാക്യം, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇവൻ തന്നെ. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കുക. എത്ര വ്യക്തമായി കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. കഴിഞ്ഞ ദിവസം ഞാൻ യഹൂദന്മാരോട് പറഞ്ഞ ആ ഡെലിഗേഷനോട് പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. ആ ആളാണ് ഈ പോകുന്നത്. ഈ പോകുന്ന ആള് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആള് തന്നെയാണ്. എത്ര വ്യക്തമായി യോഹന്നാൻ ചൂണ്ടിക്കാണി. ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് കാണാനുള്ള ഭാഗ്യം യെരുശലേമിൽ വന്ന ജ്ഞാനികൾക്കില്ലാതെ. ഇത് യോഹന്നാന്റെ ശിഷ്യന്മാർ പാവപ്പെട്ടവരാണ്. അവർ പലരും മുക്കാരായിരിക്കാം. അവർക്ക് യോഹന്നാൻ ഇത് കാണിച്ചു. ഞാൻ പിന്നെ ആ വാക്കി ഓർക്കുകയാണ്, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിക്കൊടുത്തു. ഞാൻ ഇന്നലെ പറഞ്ഞ ആള് തന്നെയാണിത്. ആളിനെ കുറിച്ച് ഞാൻ എന്തോ പറഞ്ഞോ അത് മുഴുവൻ സത്യമാണ്. ഇനിയും ഇവൻ തന്നെ 31-ാം വാക്യം, ഞാനോ അവനെ അറിഞ്ഞില്ല. ഒരു വാക്ക് ഞാൻ പറയട്ടെ. യോഹന്നാൻ സ്നാപകന്റെ അമ്മയും യേശുവിന്റെ അമ്മ മറിയയും ബന്ധുക്കളായി. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിന്റെ ചാർച്ചക്കാരി. ആ നിലയിൽ ഒരുപക്ഷെ ഇവര് കസിൻസ് ആണ്. പക്ഷേ യോഹന്നാൻ പറയാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്ഭുതമില്ല, യോഹന്നാൻ മരുഭൂമിയിലാണ് വളർന്നു. യേശു നസറേത്ത്. ഇവിടെ കാണുന്ന ഒരു കാര്യം,
യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, ഞാനോ അവനെ അറിഞ്ഞില്ല. ഇങ്ങനെ ഒരാള് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ സ്നാനം കഴിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രാവ് പോലെ ഒരാളുടെ തലയിൽ വരും. ആ ആളാണ് നിനക്ക് മുമ്പേ ഉള്ളവൻ. ഞാനൊരു വാക്ക് പറയട്ടെ, ഞാനോ അവനെ അറിഞ്ഞു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രൂപം നമ്മുടെ കർത്താവിനില്ലായിരുന്നു. കാരണം എബ്രായലേഖനത്തിൽ പറയുന്നുണ്ട്, സകലത്തിലും നമുക്ക് തുല്യൻ. ആ വാക്കിന്റെ അർത്ഥം വളരെ വലുതാണ്. സകലത്തിലും നമുക്ക് തുല്യൻ. ഒരു സാധാരണക്കാരന്റെ വേഷം ധരിച്ച് ഒരു സാധാരണക്കാരനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ മനസ്സ് വെച്ചു. മനുഷ്യനുള്ള എല്ലാ വികാരങ്ങളും ഉണ്ടായി. ഒരു കാര്യം ഓർപ്പിക്കണം, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി. സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, ആശ്ചര്യമുണ്ട്. ഈ സ്വഭാവങ്ങളെല്ലാം കർത്താവ് ഈ ഭൂമിയിലായിരുന്നു പ്രകടിപ്പിച്ചു. കരഞ്ഞു, ലാസറിന്റെ കല്ലറയിൽ കരഞ്ഞു, സഹതാപം കാണിച്ചു. ഇനിയും മാനുഷികമായ നിലയിൽ ക്ഷീണിച്ചു, നടന്നു, ഉറങ്ങി. ഇതെല്ലാം കർത്താവ് ചെയ്തു. കാഴ്ചയിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെയായിരുന്നു. ഞാൻ ഒന്നുകൂടെ ആ വാക്ക് ഓർപ്പിക്കട്ടെ, സകലത്തിലും നമുക്ക് തുല്യനായി. സകലത്തിലും നമുക്ക് തുല്യനായി. പാപമൊഴികെ സകല കാര്യത്തിലും നമ്മെ പോലെ ആയിരുന്നു. യോഹന്നാന് മനസ്സിലായി. എന്നാൽ പരിശുദ്ധാത്മാവ് യോഹന്നാനോട് പറഞ്ഞു, ആളിനെ തിരിച്ചറിയാൻ ഒരു മാർഗമുണ്ട്. നമുക്ക് ഒരു വാക്യം നോക്കാം. മത്തായി സുവിശേഷം 3:16 ഞാനൊന്ന് വായിക്കട്ടെ. വായിക്കുന്ന ഇങ്ങനെയാണ്: യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ദൈവാത്മാവ് പ്രാവ് പോലെ. ആത്മാവിനെ കാണാൻ പറ്റിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ്, ദൈവം ആത്മാവാണ്, ദൈവത്തെ ആർക്കും കാണാൻ പറ്റും. എന്നാൽ യോഹന്നാനിവിടെ കാണത്തക്കവണ്ണം പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ തലയിൽ വന്നിരിക്കുന്നത് യോഹന്നാൻ. ഇനിയും മർക്കോസ് 1:10 വായിക്കട്ടെ. മർക്കോസ് 1:10. യോർദാനിൽ സ്നാനം കഴിഞ്ഞു, വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും വ്യക്തമായി കണ്ടു. ഇനിയും ലൂക്കോസിൽ നമ്മൾ തന്നെ വായിക്കുന്നു. യോഹന്നാൻ പറയുകയാണ്, അങ്ങനെ ഞാൻ വ്യക്തമായി കണ്ടു. എങ്കിലും 33 വാക്യം, ഞാനും അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രയേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രയേലിന് വെളിപ്പെടുക, ഇസ്രയേലിന് വെളിപ്പെടുക. നമ്മൾ ആദ്യം വായിച്ചു, സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല.
ഞാൻ പറഞ്ഞത് മുഖവരയെന്നത്. ഇവിടെ സ്വന്തത്തിലേക്ക് വന്നു, യഹൂദന്മാരുടെ ഇടയിലേക്ക് ഒരു യഹൂദനായിട്ട് താൻ വന്നു, സ്വന്തത്തിലേക്ക് വന്നു. ഇവിടെ നാം വായിക്കുന്നത് അവന്റെ മേൽ വസിച്ചു, ഞാനോ അവനെ അറിഞ്ഞില്ല. ഈ സംഭവത്തിന് ശേഷമാണ് യോഹന്നാൻ മനസ്സിലാക്കുന്നത് തന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞയാള് യേശു തന്നെയാണെന്ന് യോഹന്നാന് മനസ്സിലാക്കി. അറിഞ്ഞു. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതെന്ന് നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാവും. പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. കർത്താവ് യഹൂദന്മാരോട് കർത്താവ് അല്ല, യോഹന്നാൻ പറഞ്ഞു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. എന്താ ഈ പരിശുദ്ധാത്മ സ്നാനം? പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ യേശുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിക്കുന്ന ആ നിമിഷം, യേശുവിനോട് നാം ഉടമ്പടി ചെയ്യുന്ന ആ സമയം, ദൈവം ദാനമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് തരിക. പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം, ഞാൻ അതിനായിട്ട് കാത്തിരിക്കുകയാണ്, ആരെങ്കിലും എൻ്റെ തലയിൽ കൈവെക്കണമൊന്നും വേണ്ട. പ്രവൃത്തിയുടെ പുസ്തകം നാം പഠിച്ചതാണ്, പരിശുദ്ധാത്മാവിനെ ദാനമായിട്ടാണ് തരുന്നത്. എപ്പോഴാണ് ദാനമായി തരുന്നത്? യേശുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ. ഞാൻ ഒന്നുകൂടെ അത് പറയട്ടെ, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് കാൽവറിയിലെ ക്രൂശിൽ കർത്താവ് മരിച്ചത്. ഞാനത് അംഗീകരിക്കുന്നു. എനിക്ക് വേണ്ടിയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നത്. ആ യേശുവിനെ ഞാൻ എൻ്റെ ദൈവമായി ഇന്ന് സ്വീകരിക്കുന്നു. അത് അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവം തന്റെ ആത്മാവിനാൽ അവനെ സ്നാനപ്പെടുത്തുക. നമ്മള് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ഞാനൊന്ന് വായിക്കട്ടെ. 1 കൊരിന്ത്യർ 12-ാം അധ്യായം. നമ്മൾ പല പ്രാവശ്യം ആ വാക്യം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഒന്ന് കൊരിന്ത്യർ 12:13. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു. ഒരേ ശരീരമാകുമാർ ആത്മാവിൽ സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന ആ സഭയുടെ ആ ശരീരത്തിന്റെ അവയവങ്ങളാക്കി നമ്മെ മാറ്റിയത് ആത്മസ്നാനം കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ വളരെ വിഷമമൊന്നുമില്ല. നാം ദൈവസഭയുടെ അംഗങ്ങളാണ്. ദൈവസഭ ഒരു ശരീരമായിട്ട് മനസ്സിലാക്കിയാൽ അതിൻ്റെ തല കർത്താവാണ്, ക്രിസ്തുവാണ്. ആ ശരീരത്തിന്റെ അവയവങ്ങളാക്കി നമ്മെ മാറ്റിയത് ആത്മസ്നാനം കൊണ്ടാണ്. എപ്പോഴാണ് ഇത് നടന്നത്? ഗലാത്യ ലേഖനം നാം വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. ആ വാക്യം ഞാൻ നിങ്ങൾക്ക് പരിചയമുള്ള വാക്യമാണ്, ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് യേശുവിനെ രക്ഷിതാവായി കർത്താവിനോട് ഉടമ്പടി ചെയ്ത ആ ദിവസം, ആ സമയം നമുക്ക് ആത്മസ്നാനം തന്നിരിക്കുക. ഇനിയും ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ
എന്നോട് ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാചകം, അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു. യോഹന്നാൻ ഒരു സാക്ഷ്യം ഉറപ്പിക്കുക. ആ സാക്ഷ്യം എന്താണ്? ദൈവപുത്രൻ. യേശുവിനെ ദൈവമായി സ്വീകരിച്ച് നമ്മളൊക്കെ ദൈവമക്കളാണ്. എന്നാൽ ഈ അവകാശത്തിലേക്ക് നമ്മൾ വരുന്നില്ല. യേശു ദൈവപുത്രൻ, യേശുവിന്റെ ദൈവത്വം ചൂണ്ടിക്കാണിക്കുക. കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാണ്. ആ പുത്രൻ ദൈവപുത്രനാണ്, യേശു ദൈവപുത്രനാണ്. യോഹന്നാൻ പറഞ്ഞു, ഞാനിത് എഴുതുന്നത് യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടത്. 20-ാം അധ്യായം നമ്മൾ വായിച്ചതാണ്. അത് യോഹന്നാൻ ഒന്നുകൂടെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നോക്കുക, അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കും. ആ തന്നെ എന്നുള്ള വാക്കിന് വലിയ അർത്ഥം. ഇനിയും നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കിടക്കാം. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ, ഈ സംഭവം കഴിഞ്ഞ് അടുത്ത ദിവസം, അന്നൊരു ചലനം ഉണ്ടായില്ല. യേശു പോയി യോഹന്നാനും ശിഷ്യന്മാരോട് ശേഷിച്ചു. പിറ്റേന്നാൾ യോഹന്നാൻ അവിടെ നിൽക്കുമ്പോൾ, 2 ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ, കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. അവര് 2 പേരും കേൾക്കെ യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഇനിയും 37-ാം വാക്യം നോക്കുക. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ടു, യേശുവിനെ അനുഗമിച്ചു. ആ കേട്ടു എന്നുള്ള വാക്കിന് വളരെ അർത്ഥമാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. റോമാലേഖനം 10-ാം അധ്യായത്തിൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. ക്രിസ്തുവിനെ കുറിച്ച് ഈ വാക്ക് അവർ കേട്ടു. അവരിൽ വിശ്വാസം അങ്കുരിക്കുക, അവരിൽ വിശ്വാസം മുളയ്ക്കുക. നോക്കുക, 37-ാം വാക്യം, അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ടു, യേശുവിനെ അനുഗമിച്ചു. അവർ യേശുവിനെ അനുഗമിച്ചു. അവിടെ ഒരു വിശ്വാസം അങ്കുരിച്ചു. ആ കേൾവി അവരെ വിശ്വാസത്തിലേക്ക് നടത്തി. അവർ യേശുവിന്റെ പുറകെ പോയി. ഇപ്പൊ ഇവര് ശിഷ്യന്മാരായിട്ടില്ല, അപ്പോസ്തലന്മാരായിട്ടില്ല. ഒരു കേൾവി മാത്രമേ കേട്ടുള്ളൂ. ആ കേൾവി അവരെ അവരെ കർത്താവിന്റെ പിന്നാലെ പോകാൻ അവരെ പ്രേരിപ്പിച്ചു. ആ കേൾവി അവർക്ക് വിശ്വാസമായി പരിണമിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തി യോഹന്നാൻ പറഞ്ഞ ഈ വാക്ക് കേട്ട് അവരിൽ വിശ്വാസം ഉണ്ടായി. അവർ യേശുവിന്റെ പുറകെ പോവുകയാണ്. ആ വിശ്വാസം പൂർണ്ണമായി ഞാൻ പറയുന്നില്ല. അടുത്ത വാക്യം നോക്കുക. അവൻ പറഞ്ഞത് 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. അനുഗമിച്ചു എന്നുള്ള വാക്കിന്റെ അർത്ഥം പുറകെ പോയി എന്ന് മാത്രമേ. അവർ ശിഷ്യന്മാരായിട്ടില്ല, അപ്പോസ്തലന്മാരായിട്ടില്ല. ആ വിശ്വാസം അവരെ യേശുവിലേക്ക് നയിച്ചു. അടുത്ത നോക്കുക. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ
എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. ഇവിടെ വളരെ 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 സന്തോഷകരമായ ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടു. യേശുവിനെ കാണാൻ താല്പര്യം വിശ്വാസ മുഖാന്തരം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് അറിയുന്നയാളാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിന്റെ മഹത്വം അതാണ്. കർത്താവിനെ അറിയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം സാധിപ്പിക്കുവാൻ ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണ്. കർത്താവ് തിരിഞ്ഞു നോക്കും. കർത്താവിനറിയാം ഇവരുടെ താല്പര്യം എന്താ, ഇവരുടെ താല്പര്യം എന്താ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനേകർ യോഹന്നാൻ പറഞ്ഞത് കേട്ടു. അവർക്ക് ആർക്കും താല്പര്യം ഉണ്ടായി. ആ നാട്ടിലെ പ്രമാണികളായ ആളുകളൊക്കെ യോഹന്നാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഈ മോളിൽ പറഞ്ഞ സംഭവം ഒന്നും രഹസ്യമായിട്ടല്ല നടന്നു. അവർക്ക് ആർക്കും താല്പര്യം ഉണ്ടായി. എന്നാൽ ഈ രണ്ടു പേർക്ക് താല്പര്യം ഉണ്ടായി. ആ താല്പര്യം നമ്മുടെ കർത്താവ് കണ്ടു. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? നമുക്ക് മനസ്സിലാക്കാൻ ഒരു വിഷമമില്ലാത്തൊരു ചോദ്യം. നിങ്ങൾ എന്ത് അന്വേഷിക്കും? നിങ്ങൾ ആരെ അന്വേഷിക്കുന്നതല്ല, നിങ്ങൾ എന്താ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അതിന് അവർ പറഞ്ഞ മറുപടി, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പറഞ്ഞു? യോഹന്നാൻ ആ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് റബി. സാധാരണ യഹൂദന്മാര് അവരെ പഠിപ്പിക്കുന്ന ആളുകളെ റബ്ബായിമാരെന്നാണ് പറയുന്നത്. യേശുവിനെ കണ്ടിട്ട് ഇവർക്ക് തോന്നി ഇത് റബ്ബായി ആയിരിക്കും. യേശുവിനെ സംബോധന ചെയ്യാണ് റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പറഞ്ഞു? അവരുടെ താല്പര്യം, ആഗ്രഹം കർത്താവിനോട് പറയുക. നമുക്ക് ആഗ്രഹമുണ്ടോ? നമ്മുടെ ആഗ്രഹം ചോദിച്ചാൽ ഉത്തരമരുളുവാൻ കഴിയുന്നവനാണ് കർത്താവ്. അവരോട് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. വിശ്വാസത്താലാണ് അവർ പുറപ്പെട്ടത്. വിശ്വാസത്താൽ വന്നാൽ കാണാൻ കഴിയും. നമ്മൾ സാധാരണ ചെയ്യുന്നത് കണ്ടാൽ വിശ്വസിക്കാവുന്നു. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. കണ്ടാൽ വിശ്വസിക്കുക. കണ്ടാൽ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ കർത്താവിന്റെ പ്രമാണം വിശ്വസിച്ചാൽ കാണാം. വിശ്വസിച്ചാൽ കാണാം. ഞാൻ ഈ വാക്യം ചിന്തിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മറിയയോട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ ആ വാക്ക് ഒന്നുകൂടെ പറയട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ മഹത്വം 11-ാം അധ്യായത്തിൽ എത്രയോ പേര് കണ്ടു. എത്രയോ പേര് കണ്ടു. ലോകത്തിൽ ഇതുവരെ നടക്കാത്ത ഒരു സംഭവം. നമുക്കറിയാതെ ആൾ എഴുന്നേറ്റിരിക്കുന്നു, നടക്കുന്നു, സംസാരിക്കുന്നു. കാണാൻ ഒരുപാട് ആളുകൾ ഓടിക്കൂടി. ദൈവത്തിന്റെ മഹത്വം വിളിക്കുന്നു. ഇവിടെ പറയുകയാണ് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം. ഇവിടെ പറയാണ് വന്നാൽ കാണാം. 39-ാം വാക്യം വായിക്കട്ടെ. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു,
അന്ന് അവനോടുകൂടെ ഇവര് വിചാരിച്ച് കാണുകയില്ല അന്ന് കർത്താവിനോടുകൂടെ പാർക്കാൻ സാധിക്കും. ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിനോടുകൂടെ അന്ന് പാർത്ത ആ കാര്യം യോഹന്നാൻ ഇത് എഴുതുമ്പോൾ ഈ സംഭവം നടന്നിട്ട് 50 കൊല്ലം കഴിഞ്ഞു. ഈ സംഭവം നടന്നിട്ട് 2-3 കൊല്ലം കഴിഞ്ഞിട്ടല്ല, 50 കൊല്ലം കഴിഞ്ഞു. തനിക്കൊരു 90 വയസ്സെങ്കിലും കാണും. ഇപ്പോഴും കർത്താവിനോടുകൂടെ വസിച്ച ആ ദിവസം ഇന്നും ഓർമ്മയിലുണ്ട്. ഇന്നും ആ ഓർമ്മയിലുണ്ട്. അതിനെന്താ തെളിവ്? 39 വാക്യം നോക്കുക. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായി. ചിലര് പറയുന്നത് ഇത് നമ്മുടെ 10-ാം മണി നേരമാണ്, രാവിലെ 10 മണിയാണ്. ചിലര് പറയുന്നു അല്ല, ഇത് ഉച്ച കഴിഞ്ഞ് 4 മണിയാണ്. എന്താണെങ്കിലും എനിക്ക് വിരോധം. എന്താണെന്ന് സ്ഥാപിക്കാൻ ഞാൻ ഒരുക്കുന്നത്. ഈ കാര്യം, ഈ സമയം എത്ര കൊല്ലം കഴിഞ്ഞിട്ടും യോഹന്നാന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കർത്താവിനോടുകൂടെ ഒരു ദിവസം ആദ്യം പാർത്ത ആ രാത്രിയുടെ മഹത്വം, ആ സന്തോഷം യോഹന്നാന്റെ മനസ്സിൽ നിന്ന് പോയി. ഞാൻ ഓർപ്പിക്കട്ടെ, വാസ്തവമായി കർത്താവിനെ കണ്ടുമുട്ടിയാൽ ആ ചിറകിനിടലിൽ ആശ്രയിച്ച ഒരു കാലത്തും ആ സ്നേഹം മറക്കാൻ കഴിയും, ആ കരുതൽ മറക്കാൻ കഴിയും. യോഹന്നാൻ ഇന്നും അത് ഓർക്കുക. അടുത്ത വാക്യം ഞാൻ വായിക്കട്ടെ. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തന് ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസായി. 2 പേരാ പോയത്. ഒരാളുടെ പേരെ പറയുന്നുള്ളൂ. മറ്റേയാൾ ആരായിരിക്കും? ഈ ലേഖനം, ഈ സുവിശേഷം മുഴുവൻ വായിച്ചാലും നമുക്ക് ആളിന്റെ പേര് കിട്ടുക. നമുക്കറിയാം, അത് യോഹന്നാൻ തന്നെ. കൂടെ പോയ അന്ത്രയോസ് ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസായി. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടെന്നുള്ള ആ പ്രയോഗം എനിക്കത് വളരെ രസമായിട്ട് തോന്നി. മറ്റൊരു കാര്യത്തിനും പോകാതെ തന്റെ സഹോദരനായ പത്രോസിനോട് ഈ കാര്യം പറയുക. ആദ്യം കണ്ട്, ആരോടും കണ്ടു പറയുന്നതിനേക്കാൾ മുമ്പായിട്ട് പത്രോസിനോട് ഈ കാര്യം പറഞ്ഞു. പത്രോസിനോട് പറഞ്ഞത് കോഡ് ഭാഷയിലാണ്. ഞങ്ങൾ മശിയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ മശിഹെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹൂദന്മാര് ക്രിസ്തുവിനെ വിളിക്കുന്ന പേരാണ് മശിഹ. അതിന്റെ അർത്ഥം അഭിഷക്തനാണ്. അഭിഷക്തൻ എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ നമുക്ക് ധാരാളം പ്രാവശ്യം കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ 105-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യം, എന്റെ അഭിഷക്തന്മാരെ തൊടരുത്. അഭിഷക്തൻ എന്നുള്ള വാക്കിന് ഒരു പ്രത്യേക അർത്ഥം കൊടുക്കുന്നു. മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. യഹൂദനോട് ചോദിച്ചാൽ മശിഹ എന്ന് പറഞ്ഞാൽ അഭിഷക്തനാണ്. ദൈവം അഭിഷേകം ചെയ്ത് ഭൂമിയിലേക്ക് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അയക്കുന്നയാളാണ്.
ഗ്രീക്കിൽ അത് പറഞ്ഞാൽ ക്രിസ്തു എന്ന വാക്ക് മാത്രമേ അതിന് പറയുന്നു. സഹോദരനെ കണ്ട് എന്നിട്ട് പറയാണ് അവനോട്, ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അന്ത്രയോസ് ഇത് പറഞ്ഞിട്ട് നിർത്തുകയല്ല. യേശുവിനെ പത്രോസിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ സ്വഭാവം അനുസരിച്ച് ഒറ്റ വാക്ക് പറഞ്ഞാലൊന്നും വരികയില്ല. എനിക്ക് തോന്നുന്നത് ആ രാത്രിയിലെ അനുഭവം മുഴുവനും പത്രോസിനോട് പറഞ്ഞതാണ്. എൻ്റെ നിഗമനമാണ്. ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ്. ഇന്ന് പകലതി ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ വന്ന അങ്ങനെയാണ്. ആ രാത്രിയിലെ അനുഭവം, ഒരു ദിവസം കർത്താവിനോടുകൂടെ അവര് പാർത്ത അനുഭവം, അത് അന്ത്രയോസിന്റെ മനസ്സിൽ വളരെ വ്യാപരിച്ചു. ആ രാത്രിയിലെ വാക്കുകൾ, ആ ഭക്ഷണം കഴിക്കൽ, ഉറക്കം, ഇതെല്ലാം അന്ത്രയോസിനെ അത്ഭുതപ്പെടുത്തി കാണും. ഞാൻ എൻ്റെ നിഗമനം പറഞ്ഞതേ. പത്രോസിനോട് ഈ കാര്യം എല്ലാം പറഞ്ഞു. പത്രോസിനെ എന്ന് പറഞ്ഞ് അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിൽ വേറൊരർത്ഥം കൂടെയുണ്ട്. ഉത്സാഹിപ്പിച്ചു കൊണ്ടുവന്നു. ആളിനെ ഒന്ന് കാണും. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നറിയാനൊന്നും അന്ന് കാണുക. ഇനി ഇവിടെ നോക്കുക, 42-ാം വാക്യം. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫാവ് എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകും. കർത്താവിനെ കണ്ട ഉടനെയാണോ ഇങ്ങനെ പറഞ്ഞത്? ചില വാക്കുകളൊക്കെ സംസാരിച്ചതിന് ശേഷമാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, അന്ത്രയോസ് പത്രോസിനെ കൊണ്ടുവന്ന് കർത്താവിനെ പരിചയപ്പെടുത്തി. ആ പരിചയപ്പെടുത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു കാണും, ഇവന്റെ പേരും എനിക്കറിയാം, ഇവന്റെ അപ്പന്റെ പേരും എനിക്കറിയാം. രണ്ടാമത് പറഞ്ഞ കാര്യം, ഇവന്റെ പേര് മാറ്റാൻ പോവുകയാണ്. കേഫ എന്ന് പേര്. ഞാനിത് ഓർത്തപ്പോൾ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലെ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വന്നു. നമുക്ക് ആ വാക്യം നോക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബരയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ. ഇവിടെ വെച്ചാണ് പത്രോസിന്റെ പേരുമാണ്. വളരെ യുക്തമായ ഒരു മറുപടി പത്രോസ് പറഞ്ഞു. യേശുവിന്റെ മഹത്വം മുഴുവൻ ഉൾക്കൊള്ളുന്നൊരു പ്രയോഗം. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നീ ദൈവം തന്നെ, നീ ദൈവം തന്നെയാണ്. അവന്റെ ശരിക്കുള്ള പേര്
പത്രോസ് കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, നീ ബെറയോനാ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. ബെറയോന ശിമോനെ, ബെറയോന ശിമോനെ, അവന്റെ അപ്പന്റെ പേര് പറയാൻ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുക. ഈ സഭയെ പണിയും എന്ന് പറയുന്ന ആ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. പത്രോസിന്റെ 1-ാം ലേഖനം, നമുക്ക് പരിചയമുള്ളൊരു വാക്യമാണത്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായമാണെന്ന് തോന്നുന്നു. രണ്ടാം അധ്യായത്തിന്റെ ജീവനുള്ള കല്ലായ ഉന്നതത്തിൽ 5-ാമത്തെ വാക്യം, അതിന്റെ 5-ാമത്തെ വാക്യം. നാലാം വാക്യം മുതൽ വായിക്കട്ടെ. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്. പത്രോസ് അല്ല ജീവനുള്ള കല്ല്. പത്രോസാകുന്ന ആ പാറക്കഷ്ണം ജീവനുള്ള പാറക്കഷ്ണമാകണമെങ്കിൽ കർത്താവിന്റെ അടുക്കൽ വരണം. അങ്ങനെയാ പത്രോസ് പറഞ്ഞത്. ഞാൻ ജീവനുള്ള പാറയല്ല, ഞാൻ ജീവനുള്ള കല്ലല്ല, ഞാൻ ജീവൻ പ്രാപിച്ചത് ജീവനുള്ള കല്ലായ കർത്താവിന്റെ അടുക്കൽ വന്നിട്ടാണ്. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അനേകരെ വിശ്വസിച്ചിരിക്കുന്നത്, പഠിപ്പിക്കുന്നത് സഭയെ പണിതിരിക്കുന്ന പത്രോസിന്റെ മേൽ നിന്നാണ്. പത്രോസ് പറഞ്ഞു, ഞാൻ ജീവനുള്ള കല്ലല്ല. ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ ജീവൻ പ്രാപിക്കുമ്പോൾ വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകളാക്കി നിങ്ങളെ മാറ്റി, അല്ലെങ്കിൽ ആ ശരീരത്തിന്റെ അവയവങ്ങളാക്കി നിങ്ങളെ മാറ്റി. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ ആരാകും? നിന്റെ പേര് മാറും. നോക്കുക, യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാണ്. ഇത് കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞാണ് ശിമോന്റെ പേര് പത്രോസ് എന്ന് മാറ്റി. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച്
ശിശുക്കൾക്ക് സത്യം വെളിപ്പെടുത്തുന്ന സ്വർഗത്തിലെ ദൈവം. യോഹന്നാന്റെ സാക്ഷ്യം യെരുശലേമിൽ നിന്ന് വന്നവർ കേട്ടു. ഒരു പ്രയോജനം അവർക്കുണ്ടായി. എന്നാൽ യോഹന്നാന്റെ ശിഷ്യന്മാരായ 2 പേർ യോഹന്നാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം കേട്ടു. ആ വാക്ക് കേട്ടപ്പോൾ അവരിൽ വിശ്വാസം ഉണ്ടായി. അതിന്റെ തിയറി റോമാലേഖനത്തിൽ നാം വായിക്കുന്നു. വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. താല്പര്യമുണ്ടായി. അവര് യേശുവിന്റെ പിന്നാലെ ചെന്നു. താല്പര്യമായിട്ട് യേശുവിന് അടുത്ത് ചെന്നാൽ ആ വരുന്നയാളെ ശ്രദ്ധിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് തിരിഞ്ഞു നോക്കി. ചോദ്യം, നിങ്ങൾ എന്തന്വേഷിക്കും? വളരെ ലളിതമായ ഒരു ഉത്തരം പറഞ്ഞു. നീ എവിടെ പാർക്കും? ആഗ്രഹം ഇതാണ്, ഞങ്ങൾക്ക് നിന്റെ കൂടെ ഒന്ന് താമസിച്ചാൽ കൊള്ളാം. കർത്താവ് പറഞ്ഞു, വന്നാൽ കാണും. വിശ്വാസം ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. വിശ്വാസം ഇല്ലെങ്കിൽ കാണാൻ പറ്റുകയില്ല. അവര് പിന്നാലെ ചെന്നു. അവര് താമസിക്കുന്ന ഇടം കണ്ടു. അന്ന് അവനോടുകൂടെ പാർത്തു. യേശുവിനെ കണ്ടുമുട്ടി ആ സമയം യോഹന്നാൻ കൃത്യമായി ഓർത്തു വെക്കുക. യോഹന്നാൻ കൃത്യമായി ഓർത്തു വെക്കുക. ആ ദിവസത്തെ താമസം, കർത്താവിനോട് കൂടെയുള്ള ആ ഒരു ദിവസത്തെ താമസം അന്ത്രയോസിന്റെ മനസ്സിൽ വന്ന മാറ്റം. അന്ത്രയോസ് ആദ്യം തന്റെ സഹോദരനായ പത്രോസിനെ കണ്ടു. പത്രോസിനെ കൂട്ടിക്കൊണ്ട് കർത്താവിന്റെ അടുക്കൽ ചെന്നു. കർത്താവിനോട് പറഞ്ഞു, നിന്റെ പേര് ഇതാണ്, പക്ഷെ നിന്റെ പേര് മാറ്റാൻ പോവുകയാണ്. നിന്റെ പേര് മാറ്റാൻ പോവുകയാണ്. പത്രോസിന്റെ പേര് മാത്രമല്ല, പത്രോസിന്റെ സ്വഭാവം കൂടെ മാറ്റി. നാം ഇനി മുന്നോട്ട് പഠിക്കുമ്പോൾ പത്രോസിന്റെ സ്വഭാവം കൂടെ മാറ്റി. ലോകത്തിൽ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ പത്രോസിനെ സ്വർഗത്തിലെ ദൈവം ഉയർത്തി. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒരാളായിട്ട് ഈ പത്രോസിനെ മാറ്റാൻ കഴിയുന്ന കർത്താവ് വിശ്വാസത്തോടെ അടുത്ത് ചെല്ലുക, അനുഗ്രഹിക്കാനും സഹായിക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താനും കഴിയുന്ന കർത്താവ് നമ്മുടെ ദൈവമാണ്. നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി, പാപപരിഹാരം ഉണ്ടാക്കിയവനാണ്. നമുക്കതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം.